എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, എന്റെ സകല പ്രവൃത്തികൾക്കും കീഴ്വഴക്കത്തിന്റെ യോഗ്യത പ്രാപിക്കുന്നതിനുവേണ്ടി സ്നേഹപിതാവിന്റെ സ്ലീഹായ്ക്കടുത്തതും പിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, അയോഗ്യമകളായ എന്നോട് അങ്ങ് കൽപ്പിക്കുന്നതുപോലെ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത സംഗതിയായാലും കീഴ്വഴക്കത്തെക്കുറിച്ച് ചെയ്യുന്നതിന് എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനയും ഉപദേശവും വിട്ട് യാതൊന്നും ഇതുവരെയും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ദൈവസഹായത്താൽ ഇനി പ്രവർത്തിക്കുകയുമില്ല. പിതാവേ, അങ്ങയുടെ സ്വാതന്ത്ര്യം പോലെ എന്നോട് ചെയ്യണമേ. അങ്ങേക്ക് എന്റെ ആത്മാവിനെ പൂർണ്ണമായും ഏൽപ്പിക്കുന്നു. എല്ലാം കൊണ്ടും ഞാൻ വലിയ പാപിയാകുന്നു. എന്റെ പാപത്തിന്റെ ആധിക്യത്താൽ ദിവ്യരക്ഷിതാവ് വളരെയധികം സഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഈ നിർഭാഗ്യയും യാതൊരു അറിവും പുണ്യവുമില്ലാത്തവളുമായ എന്നോട് എന്തുകൊണ്ട് ഇപ്രകാരം പ്രവർത്തിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ എന്റെ മാനസാന്തരത്തിനും ഞാൻ നല്ലൊരു ജീവിതം നയിക്കുന്നതിനുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരിക്കലും ഇപ്രകാരം ഉണ്ടാകാതിരിക്കാൻ ഈ നിർഭാഗ്യപ്പെട്ട പാപിക്കു വേണ്ടി സ്നേഹപിതാവ് പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഞാനിതിന് ഒരിക്കലും യോഗ്യതയുള്ളവളല്ല പിതാവേ. ചിലപ്പോൾ ഇത് എന്റെ തോന്നലുകളാണെന്ന് വിചാരിക്കണമേ. സ്നേഹപിതാവേ, ദൈവ ഓർമ്മയിലും മറ്റും ജീവിക്കുന്നതിനു മുൻപത്തേക്കാൾ അധികം എളുപ്പവും പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിന് നല്ല തീഷ്ണതയും തോന്നുന്നുണ്ട്. കീഴ്വഴക്കത്തിലും മനസ്സിന് വിരോധമായ കാര്യങ്ങളിലും നല്ല സന്തോഷമാകുന്നു. ഇപ്പോൾ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നത് ഞാൻ മുമ്പ് അറിയിച്ചിട്ടുള്ളതിലുമധികം ആഗ്രഹത്തോടും താൽപ്പര്യത്തോടും കൂടിയാണ്. വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നത് എന്റെ ഹൃദയത്തിന് വളരെ ആശ്വാസവും സന്തോഷവുമാകുന്നു. എന്തെങ്കിലും സഹിക്കുന്നതിനും കഷ്ടപ്പെടുന്നതിനും വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതുവഴി നല്ല ശക്തി തോന്നുന്നുണ്ട്. പിതാവേ, 11-ാം തീയതി ബുധനാഴ്ച ഏകദേശം 6:30 മണി കഴിഞ്ഞ സമയം വിശുദ്ധ കുർബാന കൈക്കൊണ്ട് ഉപകാരസ്മരണ ചെയ്തു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ബോധക്കേട് വന്നു. അപ്പോൾ ഒരാളെ ഞാൻ കാണുന്നതുപോലെ തോന്നി. പിതാവേ, ഈയാളെ ഓർക്കുമ്പോൾ പോലും ഉറക്കെ നിലവിളിക്കത്തക്ക സ്ഥിതിയിലായിരുന്നു. ഒരു വലിയ കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടും സർവാംഗം മുറിവേൽപ്പിക്കപ്പെട്ടും നെഞ്ചിലൊരു ഭയങ്കര മുൾമുടി തറച്ചിരിക്കുന്നതുപോലെയും ദേഹമാസകലം രക്തമൊഴുകുന്നതുപോലെയുമാണ് കാണപ്പെട്ടത്. പിതാവേ, ഇത് ഓർത്തെഴുതുമ്പോൾ എനിക്ക് കണ്ണീരടക്കാൻ സാധിക്കുന്നില്ലല്ലോ. അവിടുത്തെ മീശയിൽ നിന്നും മുഖത്തു നിന്നും ഒഴുകുന്ന രക്തം ശരീരത്തിലും മറ്റും തെറിച്ചു വീണ പോലെയും പല സ്ഥലത്തും ചമ്മട്ടിയുടെ ശക്തിയാൽ മാംസം പൊളിഞ്ഞു നിൽക്കുന്ന പോലെയും ഇടതുകൈ കുരിശിൽ നിന്ന് വിട്ട് മുഴുവനും വളഞ്ഞു കിടക്കുന്നതുപോലെയുമായിരുന്നു. ആ വ്യാകുലം നിറഞ്ഞ തൃക്കണ്ണിൽ നിന്ന് രക്തക്കണ്ണുനീർ ഒഴുകി വീഴുകയും ചെയ്തിരുന്നു. എന്തോ ഒന്നും മിണ്ടാതെ വളരെ സങ്കടത്തോടുകൂടെ കുറച്ചുനേരം നിന്നു. ഈ സമയം ഒരു മാലാഖ ഒരു കണ്ണിൽ നിന്ന് വീഴുന്ന രക്തത്തുള്ളികളെയും വേറൊരു മാലാഖ അവിടുത്തെ തിരുദേഹത്തിൽ നിന്നൊഴുകി വീഴുന്ന രക്തത്തെയും ഒരു പാത്രത്തിൽ വാങ്ങിച്ച് ആകാശത്തേക്ക് വളരെ ആചാരവണക്കത്തോടെ കൊണ്ടുപോയി. എന്റെയും സകല മനുഷ്യരുടെയും പാപപരിഹാര ബലിയായി നിത്യപിതാവിന് അവിടുത്തെ തിരുരക്തം കാഴ്ച കൊടുക്കുകയാണെന്ന് ഈ സമയത്തെനിക്ക് തോന്നി. അതിനുശേഷം ആ വ്യാകുലം നിറഞ്ഞ തിരുവായ് തുറന്ന് എന്നോട് പറഞ്ഞു, എന്റെ മകളെ, ഞാൻ ഒരിക്കലും ഒരു ആശ്വാസവും അനുഭവിക്കുന്നില്ല. എന്റെ ഹൃദയം ഇടവിടാതെ സങ്കടം അനുഭവിക്കുന്നു. നീ എന്നെ ആശ്വസിപ്പിക്കണം. എന്റെ രക്ഷിതാവേ, എന്തുകൊണ്ടാണ് അങ്ങ് ഇത്രയധികമായി പീഡകൾ സഹിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ, മകളെ, മനുഷ്യപാപം അധികമായി ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു. എനിക്ക് സഹിക്കാൻ സാധിക്കാത്ത വിധത്തിലായിപ്പോകുന്നു. കുരിശിൽ വെച്ച് സഹിച്ചതിലും അധികമായി ഇപ്പോൾ ഞാൻ സഹിച്ചു വരുന്നു. വിശുദ്ധ കുർബാന, കുർബാന സ്വീകരണം എന്നിവ വഴി നിനക്കെന്നെ ആശ്വസിപ്പിക്കാം. ഈ സമയം അവിടുത്തെ മുഖം അളവറ്റ വിധത്തിൽ സങ്കടവും ദുഃഖവും നിറഞ്ഞിരുന്നു. എനിക്കത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല.
അത്രയും വലിയ സങ്കടത്തിന്റെ സ്ഥിതിയിലായിരുന്നു. എന്നെ ആശ്വസിപ്പിക്കുന്നവരും ഓർക്കുന്നവരും വളരെ ചുരുക്കമാകുന്നു എന്ന് പറഞ്ഞതിനു ശേഷം നിന്ന സ്ഥലത്തുനിന്ന് അല്പം പൊങ്ങി. പിന്നെ ഞാൻ കണ്ടില്ല. പിതാവേ, ഈ സമയം എന്റെ ഹൃദയത്തിലുണ്ടായ സങ്കടം വളരെയധികമായിരുന്നു. ദൈവം എന്നെ സഹായിച്ചില്ലെങ്കിൽ നിശ്ചയമായും ഞാൻ മരിച്ചു പോകുമെന്നുകൂടെ എനിക്ക് തോന്നി. ബോധം വീണപ്പോൾ 8:30 മണിയായി. അന്ന് രാത്രി എനിക്ക് ഒട്ടും ഉറക്കം വന്നില്ല. അപേക്ഷിച്ചും കരഞ്ഞും നിത്യപിതാവിന് ഈശോയുടെ തിരുരക്തത്തെ കാഴ്ചവെക്കുകയായിരുന്നു. 3 മണിക്ക് ഉറക്കത്തിൽ സ്വപ്നം പോലെ ഒരു വലിയ പള്ളിയും അതിലെ അൾത്താരയിൽ ഒരു വലിയ സക്രാരിയും ഞാൻ കണ്ടു. ഇവിടെ എനിക്ക് ഇരിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. അനേകതരം പാപങ്ങളാൽ എന്നെ ഭാഗിക്കുന്നു. കാമാതുരന്മാർ, എന്നെയും പിശാചിനെയും വെച്ച് ശപിക്കപ്പെട്ട പിശാചുകൾക്ക് ആരാധന ചെയ്യുന്നവർ. 3-ാമത്തേത് നല്ലവണ്ണം ഓർക്കുന്നില്ല. എങ്കിലും എന്റെ കൽപ്പന പാലിക്കുന്നവർ എത്രയോ ചുരുക്കമാകുന്നു. നീയെങ്കിലും എന്നെ സ്നേഹിക്കുക. എന്നെ കണ്ടുകൊണ്ടുള്ള അമ്മയുടെ വ്യാകുല കണ്ണുനീർ ഇടവിടാതെ എന്റെ പക്കൽ നിലവിളിക്കുന്നു. എന്റെ അമ്മയെ നീ സ്നേഹിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാകുന്നു. ഇതൊരു സ്വപ്നം പോലെ കണ്ടത് 12-ാം തീയതി വ്യാഴാഴ്ച രാത്രി 11 മണിക്ക് ധ്യാനിക്കുന്ന സമയത്തായിരുന്നു. എന്റെയും മനുഷ്യരുടെയും പാപങ്ങളും അവിടുത്തെ പീഡകളും ക്ഷമയും ദൈവത്തിന്റെ അളവറ്റ സ്നേഹവും ഓർത്ത് വ്യാകുല അമ്മയോട് ചേർന്ന് സ്നേഹരക്ഷിതാവിന്റെ തിരുരക്തം സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിനായി നിത്യപിതാവിനെ കാഴ്ചവെച്ച് അപേക്ഷിക്കുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്തുകൊണ്ട് എപ്രകാരമാണ് അവിടുത്തെ ആശ്വസിപ്പിക്കേണ്ടത് എന്നും മറ്റും ഓർത്ത് ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബോധക്കേട് വന്നു. ഈ സമയം മുൻപ് കണ്ട ആളുടെ രൂപം തന്നെയാണെങ്കിലും ആ വലിയ പീഡകളും മുറിവുകളും അല്പം കുറവുള്ളതുപോലെയാണ് കണ്ടത്. ഇപ്രകാരം എന്നോട് ചോദിച്ചു, മകളെ, നീ എന്തിനാണ് ഇത്രയധികം വ്യസനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നത്? നിനക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യുക. വിശുദ്ധ കുർബാന, കുർബാന സ്വീകരണം എന്നിവ നമുക്ക് അധിക ഫലം വരുത്തുന്നു. എല്ലാവരും എന്നെ അറിയുന്നവരും സ്നേഹിക്കുന്നവരും ആകുവാൻ വേണ്ടി നീ എന്റെ പിതാവിനോട് അപേക്ഷിക്കണം. നീ ധൈര്യമായിരിക്കുക. നീ എന്നോട് അപേക്ഷിച്ചത് എന്താണെന്ന് ഓർമ്മിക്കുന്നില്ലേ? എനിക്ക് സന്തോഷമാണോ അതോ ദുഃഖമാണോ എന്ന് അറിയിച്ചു തരണമെന്ന്. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സങ്കടം നിനക്കറിയിച്ചുകൊള്ളുന്നു. ഇനി നിന്നിൽ നിന്നുള്ള ആശ്വാസവും നീ വഴിയായി മറ്റുള്ളവരിൽ നിന്നുള്ള ആശ്വാസവും ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ രക്ഷിതാവേ, എപ്രകാരമാണ് മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കാൻ ഞാൻ ഇടവരുത്തേണ്ടത്? ഒരു നിർഭാഗ്യ പാപിയും ഒന്നും അറിയാത്തവളുമായ ഞാൻ എന്ത് ചെയ്യേണ്ടു? അപ്പോൾ നീ പാപികൾക്കു വേണ്ടി അപേക്ഷിക്കുക എന്നു പറഞ്ഞു. പിന്നെ കണ്ടില്ല. ഇതിൽ പിന്നെ എന്റെ ദുഃഖത്തിന് കുറച്ചാശ്വാസമുണ്ട്. പിതാവേ, ഞാൻ പലപ്പോഴും ഇപ്രകാരം അപേക്ഷിച്ചിരുന്നു. ഞാൻ ഇത്രയും സന്തോഷിച്ച് നടക്കുന്നുണ്ടല്ലോ. കർത്താവേ, നിനക്ക് വല്ല ആശ്വാസവുമുണ്ടോ? നിന്റെ സ്ഥിതി എന്താകുന്നു? ഞാൻ മരിക്കുന്നതിനു മുൻപ് എന്നെ ഒന്ന് അറിയിച്ചു തരണമെന്ന്. എന്തായാലും അവിടുത്തേക്ക് ആശ്വാസമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് പിതാവ് തന്നെ എനിക്ക് പറഞ്ഞു തരണമേ. എനിക്ക് വേണ്ടിക്കൂടെ സ്നേഹപിതാവ് ഈശോയെ ആശ്വസിപ്പിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇനി ഒരിക്കലും ഇപ്രകാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്നേഹപിതാവ് തീക്ഷ്ണമായി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇതിനൊരിക്കലും എനിക്ക് യോഗ്യതയില്ലാത്തവളാകുന്നു. ഇതൊരിക്കലും വേണ്ടെന്ന് ഞാൻ നിരന്തരം അപേക്ഷിക്കുന്നുണ്ട്. പിതാവിന്റെ അപേക്ഷയ്ക്ക് എന്നെ മുഴുവനും സമർപ്പിക്കുന്നു. എന്റെ ഹൃദയത്തെ പരമാർത്ഥമായി സ്നേഹപിതാവിന് തുറന്നു തന്നിരിക്കുന്നു. പിതാവിന്റെ സ്വാതന്ത്ര്യം പോലെ എന്നെ വഴി നടത്തണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവിന് തീരെ സുഖമില്ലായിരുന്നുവല്ലോ. ഇവിടെ നിന്ന് പോയതിനു ശേഷം കൂടിയോ? ആശ്വാസമുണ്ടോ? സുഖവിവരം കൂടെ അറിയിച്ചു തരണമേ. പിതാവിനു വേണ്ടി എന്റെ അയോഗ്യ പ്രാർത്ഥനകളിൽ നിത്യവും അപേക്ഷിച്ചു വരുന്നു. മറുപടി അയച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ എഴുത്തു വായിച്ചു കഴിയുമ്പോൾ അനുഗ്രഹമായി കീറിക്കളയണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. എന്ന അയോഗ്യ ശുശ്രൂഷയും എളിയ ദാസിയുമായ മകൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ വിപ്രാസ്യ. അങ്ങയുടെ അടുക്കൽ വന്നപ്പോൾ മറന്നുപോയി എന്നു പറഞ്ഞതും ഓർത്തെഴുതിയിട്ടുണ്ട്. പിതാവേ, ഈ ഭയങ്കര ദുഃഖസ്ഥിതി എന്റെ ബോധത്തിൽ വിടാതെ നിൽക്കുന്നു.
ഇനിയെല്ലാം കാണുമ്പോൾ പറയാമെന്ന് വെച്ച് നിർത്തുന്നു. ഇതൊന്നും ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. പിതാവ് കൽപ്പിക്കുന്നതിലെല്ലാം എനിക്ക് ഉറപ്പും വിശ്വാസവുമാകുന്നു. പാവപ്പെട്ട എനിക്കു വേണ്ടി അപേക്ഷിക്കണമേ.